ക്രോമസോമൽ ഡിസോർഡേഴ്സിൽ ഫസ്റ്റ് വൺ ആണ് ഡൗൺ സിൻഡ്രം. ഡൗൺ സിൻഡ്രം എന്ന് പറഞ്ഞാൽ അത് ഡിസ്കവർ ചെയ്തത് ഡൗൺ എന്ന് പറഞ്ഞ ഒരാളാണ്. അല്ലെങ്കിൽ അതിനെപ്പറ്റി ആദ്യമായി ഡിസ്ക്രൈബ് ചെയ്തത് ഡൗൺ ഇൻ 1866 ഡൗൺ സിൻഡ്രം എന്ന് പറഞ്ഞ ആദ്യത്തെ ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആദ്യം ഡിസ്കവർ ചെയ്ത്. സോ അതിൻ്റെ കാരിയോടൈപ്പ് അനാലിസിസ്, അതിൻ്റെ ക്രോമസോമുകളുടെ അനാലിസിസ് എടുത്ത് നോക്കിയപ്പോൾ അവിടെ കണ്ടത് 47 ക്രോമസോമാണുള്ളത്. നോർമൽ ക്രോമസോം നമുക്കറിയാം 46 നമ്പർ ഓഫ് ക്രോമസോമാണ്, 23 പെയറായിട്ടാണ്. സോ 46 ക്രോമസോം 23 പെയറുകളിലായിട്ടാണ് നോർമൽ ക്രോമസോം എന്നുണ്ടെങ്കിൽ ഇവരുടെ കാരിയോടൈപ്പ് അനാലിസിസ്, ആ ക്രോമസോമിൻ്റെ അനാലിസിസ് നടത്തിയപ്പോൾ കണ്ടത്, ന്യൂക്ലിയർ അനാലിസിസ് നടത്തിയപ്പോൾ 47 ക്രോമസോംസ് ആണുള്ളത്. അതായത് ഒരു അഡീഷണൽ ക്രോമസോം ഈ ഡൗൺ സിൻഡ്രം ഉള്ള ആൾക്കാരിൽ കണ്ടു. സോ ഇത് എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ ഓട്ടോസോമൽ ക്രോമസോം. ഇത് ഓട്ടോസോമൽ ഡിസീസാണ്. സോ ഒരു എക്സ്ട്രാ ഓട്ടോസോമൽ ക്രോമസോം വന്നതുകൊണ്ടാണ് ഈ 46 എന്നുള്ളത് 47 ആയത്. ഈ എക്സ്ട്രാ 47 ആയത്, ആ 47th ക്രോമസോം വരുന്നത് അലോങ് വിത്ത് 21st പെയർ ഓഫ് ഓട്ടോസോം. സോ ക്രോമസോം നമ്പർ 21ാമത്തെ ക്രോമസോം നമ്പറിൽ ഈ 46 കഴിഞ്ഞിട്ടുള്ള 47ാമത്തെ ക്രോമസോം 21ാമത്തെ ഓട്ടോസോമായിട്ടുള്ള ക്രോമസോമിലാണ് വന്നത്. സോ 21ാമത്തെ പെയറിലാണ് എക്സ്ട്രാ 46 കഴിഞ്ഞിട്ടുള്ള 47ാമത്തെ ക്രോമസോം വന്നത്. അതാണ് ഡൗൺ സിൻഡ്രോം. സോ 21ാമത്തെ പെയറിലാണ് അല്ലെങ്കിൽ 21ാമത്തെ ക്രോമസോമിലാണ് 21st പെയർ ഓഫ് ഓട്ടോസോമൽ ക്രോമസോമിൽ വന്നതുകൊണ്ട് ഇതിനെ വേറൊരു പേരും കൂടി വിളിക്കും, ട്രൈസോമി 21. ട്രൈസോമി 21 എന്നാണ് ഇതിന് 21st അല്ലെങ്കിൽ 21ാമത്തെ ക്രോമസോമിൽ വന്നതുകൊണ്ട് ട്രൈസോമി 21 എന്ന് പറയും. പിന്നെ ഇതിന് വേറൊരു കാരണം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2n+1 അതിൻ്റെ ആക്ച്വൽ ഈ ക്രോമസോം കണ്ടീഷൻ ട്രൈസോമി 21 തന്നെയാണ് നമ്മൾ ഈ പറയുന്നത്. 2n ആണ് നമ്മുടെ നോർമൽ ക്രോമസോം കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ അതിൽ +1 വന്നതുകൊണ്ടാണ് 2n+1. ഈ 2n+1 ആണ് നമ്മൾ പറയുന്നത് ട്രൈസോമി 21. അതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മുടെ 45 ഓട്ടോസോംസിൻ്റെ കൂടെ XX എന്ന് പറഞ്ഞ് വരാം, അല്ലെങ്കിൽ 45 ഓട്ടോസോമിൻ്റെ കൂടെ XY എന്ന് പറഞ്ഞാൽ അത് വരാം. സോ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ ഈ 45 ഓട്ടോസോമിൻ്റെ കൂടെ വരുമ്പോൾ 45 ഓട്ടോസോം പ്ലസ് X, അപ്പോൾ 46 + 1 47. സോ നോർമൽ 46ൻ്റെ കൂടെ ഒരു അഡീഷണൽ എക്സ്ട്രാ ക്രോമസോം കൂടി വരുന്നു. അതെവിടെയാണ് വരുന്നത്? ക്രോമസോം നമ്പർ 21, 21ാമത്തെ ക്രോമസോമിൽ ഒരു അഡീഷണൽ ക്രോമസോം കൂടി വന്നിട്ട് അത് 47 ആയിട്ട് മാറുന്നു. സോ നമ്മുടെ നോർമൽ 46 നമ്പർ ഓഫ് ക്രോമസോമാണ്, 23 പെയറിലാണത് ഒക്കർ ചെയ്യണത്. ഇനി ഈ പറഞ്ഞ ഡൗൺ സിൻഡ്രം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ക്രോമസോമൽ ഡിസോർഡേഴ്സിൻ്റെയൊക്കെ മെയിൻ കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ നോൺ ഡിസ്ജങ്ഷൻ ഓഫ് ക്രോമസോം. ഈ ക്രോമസോമുകൾ മിയോസിസ് സമയത്ത്, ഡ്യൂറിങ് മിയോസിസ് സമയത്ത്, റിഡക്ഷൻ ഡിവിഷൻ സമയത്ത് അവർ ഡിസ്ജങ്ഷൻ ആവുമ്പോഴാണ് അവരുടെ പെയറിങ് നോർമൽ അല്ലാണ്ട് ആ ഡിസ്ജങ്ഷൻ സമയത്താണ്, അല്ലെങ്കിൽ നോൺ ഡിസ്ജങ്ഷൻ ഓഫ് ക്രോമസോം ആണ് ഈ പറഞ്ഞ ഡൗൺ സിൻഡ്രത്തിന് കാരണം. എപ്പോൾ മിയോസിസ് സമയത്ത് ക്രോമസോമുകൾ നോൺ ഡിസ്ജങ്ഷൻ ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഡൗൺ സിൻഡ്രം സംഭവിക്കുന്നത്. അങ്ങനെയാണ് ഈ 46 ക്രോമസോം എന്നുള്ളത് 47 ആയിട്ട് മാറുന്നു. അതും 21ാമത്തെ ക്രോമസോമിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരെണ്ണം കൂടി ഓട്ടോസോമൽ ക്രോമസോമായിട്ട് വരുന്നു. ഇനി ഈ ഡൗൺ സിൻഡ്രത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് റൗണ്ട് ഫേസ്, ഇത് ഇല്ല ഡൗൺ സിൻഡ്രം ഉള്ള ആ എഫക്റ്റഡ് പേഴ്സണ് റൗണ്ട് ഫേസ് ആയിരിക്കും ഉള്ളത്. പിന്നെ കുറച്ച് പ്രത്യേകത, അപ്പർ ഐലിഡ് ടേൺ ഡൗൺവേർഡ്സ്, അവരുടെ അപ്പർ ഐലിഡ് താഴേക്ക് ഇങ്ങനെ ഡൗൺവേർഡ് വളഞ്ഞിരിക്കുന്നുണ്ടാവും, ടേൺ ചെയ്തിരിക്കുന്നുണ്ടാവും. അതുപോലെ റൗണ്ട് ഫേസ് ആയിരിക്കും. അതുപോലെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് ഇതൊക്കെ മംഗോളിയൻ റേസിന് റൗണ്ട് ഫേസ്, ഫ്ലാറ്റായിട്ട് റൗണ്ട് ഫേസ് ഉള്ളതുകൊണ്ട് അതൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ട് മംഗോളിയൻ റേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ, ഭയങ്കര ഫ്ലാറ്റായിട്ട് റൗണ്ട് ഫേസ് നമ്മുടെ മംഗോളിയൻ ഫേസ് പോലെ തോന്നിക്കും. അതുകൊണ്ട് ഇതിനെ വേറൊരു പേര് കൂടി വിളിക്കും, മംഗോളിസം അല്ലെങ്കിൽ മംഗോളിയൻ ഇഡിയസി എന്ന് പറയും. സോ മംഗോളിസം എന്ന് പറഞ്ഞാലും നമ്മൾ പിന്നെ ഡൗൺ സിൻഡ്രം എന്ന് പറഞ്ഞാലും ഒരേ ഡിസീസ് തന്നെയാണ്. ഈ മംഗോളിസം എന്ന് പറയാൻ കാരണം മംഗോളിയൻ റേസ്, മംഗോളിയൻ വംശക്കാരുടെ പോലത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫേസ് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷന് വരുന്നു അവർക്ക്, ആ എഫക്റ്റഡ് പേഴ്സണ് റൗണ്ട് ഫ്ലാറ്റ് ഫേസ് ആയിരിക്കും. അതുപോലെ അവരുടെ അപ്പർ ഐലിഡ് താഴേക്ക് ഡൗൺവേർഡ് ടേൺ ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഇത്രയും ഫീച്ചേഴ്സ് അവർക്ക് ഉള്ളത് കൊണ്ട് അതിനെ മംഗോളിയൻ റേസിലുള്ളതുകൊണ്ട് മംഗോളിസം അല്ലെങ്കിൽ മംഗോളിയൻ ഇഡിയസി എന്ന് പറയും.
ഇനി എഫക്റ്റഡ് പേഴ്സണ് കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസ്, ഡൗൺ സിൻഡ്രോം ഉള്ള എഫക്റ്റഡ് പേഴ്സണ് കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസ് ആണ് ഇതൊക്കെ. ഒന്ന് ഷോർട്ട് സ്റ്റാച്ചർ. സ്റ്റാച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൻ്റെ നോർമൽ ഹൈറ്റാണ്. അപ്പോൾ ഷോർട്ട് സ്റ്റാച്ചർ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കുറവായിരിക്കും എന്നർത്ഥം. ഷോർട്ട് സ്റ്റാച്ചർ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കുറവായിരിക്കും. അതുപോലെ സ്മോൾ റൗണ്ട് ഹെഡായിരിക്കും, വളരെ ചെറിയ റൗണ്ട് ഷേപ്പുള്ള ഹെഡായിരിക്കും. അതുപോലെ വിത്ത് ഫ്ലാറ്റ് ബാക്ക് സൈഡ് ഭയങ്കര ഫ്ലാറ്റായിട്ട്, ഹെഡിൻ്റെ ബാക്ക് സൈഡ് ഭയങ്കര ഫ്ലാറ്റായിട്ട്, ഫേസ് ഭയങ്കര റൗണ്ടായിട്ടിരിക്കും. അതുപോലെ വേറൊരു പ്രത്യേകത പാർഷ്യലി ഓപ്പൺ മൗത്ത്. അവരുടെ എഫക്റ്റഡ് പേഴ്സൻ്റെ മൗത്ത് പാർഷ്യലി, കംപ്ലീറ്റ് ഇങ്ങനെ അടഞ്ഞിരിക്കില്ല, കുറച്ചിങ്ങനെ തുറന്നിരിക്കുന്ന പോലത്തെ ഫേസ് ആയിരിക്കും. പാർഷ്യലി ഓപ്പൺഡ് മൗത്ത് ആയിരിക്കും. അതോടൊപ്പം തന്നെ അവരുടെ ടങ്ങിനൊരു പ്രത്യേകതയുണ്ട്, ഫറോഡ് ടങ്. ഒരു ഫറോ ഉണ്ടായിരിക്കും ആ ടങ്ങിൽ, ഒരു വിടവ് പോലെ. സോ ഫറോഡ് ടങ്ങും അതുപോലെ മൗത്ത് കുറച്ചും കൂടി ഓപ്പൺ ആയിരിക്കും, കംപ്ലീറ്റ് അടയാതെ കുറച്ച് ഭാഗികമായി തുറന്നിരിക്കുന്ന ഒരു മൗത്തായിരിക്കും. ടങ് ആണെങ്കിൽ ഫറോ ഉണ്ടായിരിക്കും, ഒരു ലോഞ്ചിറ്റ്യൂണൽ ഫറോ ഉണ്ടായിരിക്കും അവരുടെ ടങ്. ഫറോഡ് ടങ്ങും അതുപോലെ പാർഷ്യലി ഓപ്പൺ മൗത്തും അവരുടെ സിംറ്റമാണ്. വേറെ സിംറ്റം എന്ന് പറയുന്നത് പാം. ഈ പാം എന്ന് പറഞ്ഞാൽ ബ്രോഡായിരിക്കും, ഭയങ്കര ഫ്ലാറ്റായിട്ട് ബ്രോഡ് വിശാലമായ ഒരു പാമായിരിക്കും ഈ കൈപ്പത്തി. അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ഈ പറഞ്ഞ ലൈനുകൾ വിത്ത് ക്യാരക്ടറിസ്റ്റിക് പാം ക്രീസ്, ഒരുപാട് ലൈനുകൾ അല്ലെങ്കിൽ ആ ചുരുളിച്ച പോലെ ഇങ്ങനെ ഒരുപാട് ന്യൂമറസ് പാം ക്രീസുകൾ ഉണ്ടായിരിക്കും. സോ ക്യാരക്ടറിസ്റ്റിക് ഈ മംഗോളിയൻ ഇഡിയസി അല്ലെങ്കിൽ മംഗോളിസം അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം ഉള്ള എഫക്റ്റഡ് പേഴ്സൻ്റെ പാം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബ്രോഡായിരിക്കും. അതുപോലെ ഒരുപാട് പാം ക്രീസുകൾ നമുക്ക് കാണാൻ പറ്റും. അടുത്ത പ്രത്യേകത അവരുടെ ഫിസിക്കൽ, സൈക്കോമോട്ടോർ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റ് വളരെയധികം റിട്ടാർഡഡ് ആയിരിക്കും, വളരെയധികം കുറവായിരിക്കും. അവർക്ക് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് കുറവായിരിക്കും. സൈക്കോമോട്ടോർ, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും. അതുപോലെ മെൻ്റൽ ഡെവലപ്മെൻറ്റും കുറവായിരിക്കും. ഇതൊക്കെ റിട്ടാർഡായി, അതായത് ഗ്രോത്ത് അങ്ങനത്തെ ഡെവലപ്മെൻറ്റൊക്കെ സ്റ്റോപ്പ് ചെയ്ത ആൾക്കാരായിരിക്കും. വളരെ കുറവ് ഫിസിക്കൽ, സൈക്കോമോട്ടർ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റേ ഉള്ളൂ. അതും കുറച്ച് കഴിഞ്ഞാൽ റിട്ടാർഡായി സ്റ്റോപ്പ് ആവാൻ തുടങ്ങും. പിന്നെ അവരുടെ പ്രത്യേകത കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്. ജന്മന ഹാർട്ട് ഡിസീസ് ഉള്ളവരായിരിക്കും ഈ പറഞ്ഞ ഡൗൺ സിൻഡ്രോം ഉള്ളവർ. അങ്ങനെയുള്ളവർ കൺജനിറ്റൽ എന്ന് പറഞ്ഞാൽ ബെർത്ത് ഓൺവേർഡ്സ്, ജന്മന തന്നെ ഉള്ള ഡിസീസുകളാണ് നമ്മൾ കൺജനിറ്റൽ എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യുക. സോ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ഉണ്ടായിരിക്കും, ജന്മന തന്നെ ഹൃദയ സംബന്ധമായ ഡിസീസുകൾ അവർക്കുണ്ടാവും. ഇത്രയൊക്കെയാണ് എഫക്റ്റഡ് പേഴ്സൺ ഉണ്ടാകുന്ന സിംറ്റംസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവരുടെ ക്രോമസോമിൽ 46 ക്രോമസോം നോർമൽ ക്രോമസോമിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ക്രോമസോം കൂടി വരുന്നു. അത് ഓട്ടോസോം ക്രോമസോം ആയിരിക്കും. അത് വരുന്നത് ക്രോമസോം നമ്പർ 21 അഡീഷണലായിട്ട് 46 കഴിഞ്ഞ് 47ാമത്തെ ക്രോമസോം വരുന്നത്. സോ ഈ കണ്ടീഷൻ നമ്മൾ ട്രൈസോമി 21 അല്ലെങ്കിൽ 2n+1, നോർമൽ 2n ആണ്, അതിൻ്റെ കൂടെ 1 46+1, അങ്ങനെയാണിത് 47 ക്രോമസോമായിട്ട് മാറുന്നത്. അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു, ക്രോമസോമിൻ്റെ നോൺ ഡിസ്ജങ്ഷനാണ്. മിയോസിസ് സമയത്ത്, അതിൻ്റെ റിഡക്ഷൻ ഡിവിഷൻ സമയത്ത് ഈ ക്രോമസോംസ് നോൺ ഡിസ്ജങ്ഷൻ നടക്കുമ്പോഴാണ് ഈ പറഞ്ഞ 46 ക്രോമസോമിൻ്റെ കൂടെ ഒരു അഡീഷണൽ എക്സ്ട്രാ ക്രോമസോം കൂടി വരുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ ഇങ്ങനെ 45XX അല്ലെങ്കിൽ 45XY, മെയിൽ ഫീമെയിൽ രണ്ടുപേർക്കും ഇത് ബാധിക്കാവുന്ന ഒരു ഡിസീസാണ്. ഇത് ഒരു എന്ത് ഡിസീസാണ്? ക്രോമസോമൽ ഡിസീസാണ്. ഇനി നമുക്ക് അടുത്ത ക്രോമസോമൽ ഡിസീസ് എന്താണെന്ന് നോക്കാം. സോ ഇതൊരു ഡൗൺ സിൻഡ്രോം ഉള്ള അല്ലെങ്കിൽ എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ പിക്ചറാണിത്. സോ അതിൽ നോക്കി എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നോക്കാം നമുക്ക്. അവരുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കാണാൻ പറ്റും. ഫ്ലാറ്റ് ബാക്ക് ആയിരിക്കും, തലയുടെ ബാക്ക് സൈഡിൽ ഭയങ്കര ഫ്ലാറ്റ് ഷേപ്പ് ആയിരിക്കും. സോ ഫ്ലാറ്റ് ബാക്ക് ഓഫ് ദ ഹെഡ്. അതുപോലെ ഈ ഫേസിൻ്റെ ഭാഗം ഭയങ്കര ബ്രോഡ് ഫ്ലാറ്റ് ഫേസാണ്. നമ്മൾ പറഞ്ഞു മംഗോളിയൻ പോലത്തെ ഫേസാണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ട്. ആ ഒരു ബ്രോഡ് ഫ്ലാറ്റ് ഫേസ് ആയിരിക്കും ഇവർക്ക്. അതുപോലെ തന്നെ അടുത്തത് മെനി ലൂപ്സ് ഓൺ ഫിംഗർ ടിപ്സ്. ഈ കൈയിൻ്റെ ഫിംഗർ ടിപ്സിൻ്റെ അവിടെയൊക്കെ ഒരുപാട് ലൂപ്സ്, വളയങ്ങൾ പോലെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കൈയിൻ്റെ ഉള്ളിലുള്ള രേഖകൾ നോക്കി, പാം ക്രീസ്, ഒരുപാട് രേഖകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ബിഗ് ആൻഡ് റിങ്കിൾഡ് ടങ്ക് ഇവിടെ കാണാം. ആ ഒരു നാക്കിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു, പാർഷ്യലി ഓപ്പൺ മൗത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ ടങ് റിങ്കിൾഡ്, ചുരുണ്ട് കിടക്കണ പോലത്തെ ടങ് ആയിരിക്കും. ആൻഡ് ബിഗ്. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, ജന്മനാ തന്നെ ഹാർട്ട് ഡിസീസ് ഉണ്ടായിരിക്കും. സോ അവരുടെ കാരിയോടൈപ്പ് അനാലിസിസ് എടുത്ത് നോക്കുമ്പോഴുള്ള പിക്ചറാണ്. ക്രോമസോം നമ്പർ 1, 2, 3, 4, 5, അതുപോലെ 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21. അപ്പോൾ ഈ ക്രോമസോം നമ്പറിൽ ബാക്കി എല്ലാത്തിലും നമ്മൾ 2 വേണം കാണുക. നമ്മൾ ട്രൈസോമി എന്നാണ് പറഞ്ഞത്. 21st ക്രോമസോമിൻ്റെ അവിടെ നമ്മൾ
നോർമൽ കാണുന്ന 2 ക്രോമസോമിൻ്റെ കൂടെ ഒരു അഡീഷണൽ ക്രോമസോമും കൂടി കാണുന്നു. സോ 46 ക്രോമസോം പോരാണ്ട് 47ാമത്തെ ക്രോമസോം കാണുന്നത് 21ാമത്തെ ക്രോമസോമിൻ്റെ കൂടെയാണ്. ആ 2 കൂടെ ഒരു അഡീഷണൽ എക്സ് ക്രോമസോമും കൂടി കാണാൻ പറ്റുന്നു. സോ അതാണ് ഈ കാണിച്ചിട്ടുണ്ട്. ഇത് അത്ര ക്ലിയർ അല്ല, എന്നാലും ഇത് 3 ബാക്കി എല്ലാം അതിൽ 2 നമ്മുടെ പേരുകളായിട്ട് കാണുന്നു. ബട്ട് ഇവിടെ മാത്രം 3 ഉണ്ട്. സോ ഇതാണ് ഡൗൺ സിൻഡ്രോം.